ഇനിയുമേറെ പറയണമെന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയാനുമുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിലെ പത്രവാർത്തകൾ കണ്ടപ്പോൾ പറയേണ്ടത് മറ്റൊന്നാണ് എന്ന ചിന്ത വന്നു. എത്രയോ മനുഷ്യരാണ് ഓക്സിജൻ കിട്ടാതെ ഈ ദിവസങ്ങളിൽ മരണത്തിന് കീഴ്പ്പെട്ടത്. 3 ദിവസം ഓക്സിജൻ കൊടുത്തതിൻ്റെ പേരിൽ ലക്ഷങ്ങളുടെ ബില്ല് കൈപ്പറ്റിയപ്പോൾ അത് കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന പാവപ്പെട്ടവൻ. ഭരണകൂടങ്ങളൊക്കെ നെട്ടോട്ടമോടുകയാണ് നാട്ടിൽ ഓക്സിജൻ്റെ ക്ഷാമം തീർക്കാൻ. ഇപ്പോഴാണ് മനസ്സിലായത് ഓക്സിജൻ ഇത്ര വിലപ്പെട്ടതാണോ എന്ന്. ഈ ജീവശ്വാസം നിലച്ചാൽ നമ്മളുടെ ജീവൻ നമുക്ക് നഷ്ടമാകുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു. ഇന്ന് വരെ നാം ആരും വില കൊടുത്ത് ഓക്സിജൻ വാങ്ങിയിട്ടില്ല. ഒരു പരിധിയുമില്ലാതെ ഈ ജീവശ്വാസം നാം ശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഡോക്ടർമാർ പോലും പറയാറില്ലേ, ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാം നമുക്കുണ്ടായാലും ദൈവം കൂടെയില്ലെങ്കിൽ നാം കൂട്ടിവെച്ചതൊക്കെ നമുക്ക് ആത്യന്തികമായി സുരക്ഷിതത്വം നൽകുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അത് ഈ കാലഘട്ടത്തിൽ നാം ഏറെ മനസ്സിലാക്കി. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാനാണ്. ദൈവമില്ല എന്ന് പറയുന്നവർ പോലും അവരുടെ കഴിവുകളെല്ലാം തീരുമ്പോൾ ദൈവത്തെ ഓർക്കും, വിളിക്കും. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും നമ്മുടേതിനേക്കാൾ ഉന്നതമാണ്. സെർവ് ഗോഡ് ഇൻ യുവർ യൂത്ത്. എന്തിനാ? നമ്മുടെ ജീവിതത്തെ നേർപാതയിൽ നയിക്കാൻ, നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള ജ്ഞാനം ലഭിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, യഥാർത്ഥ സന്തോഷം ലഭിക്കാൻ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ ഗോഡ്? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനാകും. അതിന് നാം ആത്മീയ മനുഷ്യരാകണം. അപ്പോൾ നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, ദൈവത്തെ കൊടുക്കുന്നതാണ്. ആരെയും ദ്രോഹിക്കില്ല, എല്ലാവരോടും ആദരവും എളിമയും പ്രകടിപ്പിക്കും. ഈഗോ ആണല്ലോ നമ്മുടെ എല്ലാം പ്രശ്നം. അതില്ലാതാകും. മൂല്യാധിഷ്ഠിത ജീവൻ നയിക്കും. എപ്പോഴും നന്മ ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി ദൈവം നമ്മോട് സംസാരിക്കും. നമ്മുടെ പ്രാർത്ഥന, ദൈവവചനം, മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, നമ്മുടെ മനസ്സാക്ഷി, ഭരണാധികാരികൾ, ഇവരിലൂടെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കും. മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയാറില്ലേ? അതുകൊണ്ട് അവരെ ആദരിക്കണം. മാതാപിതാക്കന്മാരുള്ള കടമകൾ എന്നും നിർവഹിക്കണം. അവർക്ക് സൗന്ദര്യമില്ല, നമ്മുടെ സ്റ്റാറ്റസിന് ചേരില്ല എന്നൊക്കെ പറയാറില്ലേ? ഒന്നോർക്കണം, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനവും അവരുടെ ഔദാര്യവുമാണ്. അവരെ വേദനിപ്പിക്കരുത്. നമ്മൾ ആത്മീയ മനുഷ്യരാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിന് തന്നെ മാറ്റമുണ്ടാകും. സ്വന്തം വീട്ടിൽ അപരിചിതരെ പോലെ ജീവിക്കുന്നവർ നമ്മളില്ലേ? നമ്മുടെ ചെറിയ ലോകത്ത് കഥകടച്ച് നാം മാത്രം. അത് മാറണം. കാരണം നമ്മുടെ വീടാണ് ഈ ഭൂമിയിലെ സ്വർഗം. വീട്ടിലിരിക്കുന്നത് മടുപ്പാണെന്നും അമ്മയുണ്ടാക്കുന്ന ഭക്ഷണത്തിന് രുചി പോരെന്നും എന്നും ഒരേ ഭക്ഷണമാണെന്നും പറഞ്ഞിരുന്നവർക്ക് ലോക്ക്ഡൗൺ കാലം ഏറ്റവും സുരക്ഷിത ഇടം സ്വന്തം വീടാണെന്നും അമ്മ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണമെന്നും ഏക ആശ്രയമെന്നും തിരിച്ചറിഞ്ഞു. ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകണം. വാക്കിലും പ്രവൃത്തിയിലും ദൈവത്തെ സ്നേഹിക്കണം. പ്രാർത്ഥിക്കുന്നത് മനുഷ്യനും പ്രവർത്തിക്കുന്നത് ദൈവവുമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുണ്ടാകേണ്ടത് ഒരു ശിശുവിൻ്റെ നിഷ്കളങ്കതയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് കുഞ്ഞു ദൈവം എന്ന സിനിമയിലെ ഔസേപ്പച്ചനെ ഓർമ്മ വന്നത്. നല്ല സിനിമയാണ്, കാണണം കേട്ടോ. പ്രാർത്ഥനയും പ്രവൃത്തിയും പരസ്പര പൂരകങ്ങളാണ്.
മറ്റുള്ളവർക്ക് അർഹമായ നന്മ ഒരിക്കലും ചെയ്യാതിരിക്കരുത്. അതെത്രയും പെട്ടെന്ന് ചെയ്യണം. പിന്നെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. സഹനങ്ങൾ ജീവിതത്തിലുണ്ടാകും, പക്ഷേ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് ജോബ് നമ്മോട് പറയുന്നു. ഹായ് ഫ്രണ്ട്സ്, ഒന്നിലും സന്തോഷം തോന്നാത്ത ദുർദിനങ്ങൾ വരും മുമ്പ് യൗവനകാലത്ത് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം, അന്വേഷിക്കാം. തിരുവചനത്തിൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തോടു കൂടെ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സോ ബൈ, സീ യു സൂൺ. അതുവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബി വിത്ത് ഗോഡ് ആൻഡ് ഹാപ്പി. താങ്ക് യു.